ഹലോ, എനിക്കാണോ? സ്പീക്കിംഗ്. ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, TP ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി. ഹലോ, ബാലഗോപാലനാ? കൊടുക്കാം. സോറി. യെസ്, TP ബാലഗോപാലൻ ഹിയർ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടാടാ? നീയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്. അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറിന്ന് വൈകുന്നേരം അങ്ങ് വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകിട്ട് കേട്ടോ? ഇല്ല. ഓക്കെ. ഇത് നടന്ന പറശ്ശിനി നടപ്പുരയ്ക്കല് തിരുവപ്പനെയൊക്കെ എത്തി ആടിച്ചോളാമേ ഭഗവാനെ രക്ഷിക്കാം. അതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അല്ല, ഒന്നവിടെ നിന്നാ തിരക്കടില്ലായിരുന്നു. ചായ കൂടിയല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലാക്കി കാണുമല്ലോ. ചായ കുടിക്കാം. അല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ, വിക്കുണ്ടോ, മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ കുട്ടിയുടെ പേര്? പേരറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ. ഇതുവരെ വിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായിക്കൂടുന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി. കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട് ഇല്ല. ഇതാണ് ഗൃഹനാഥൻ. നമസ്തേ. പെൺകുട്ടിയെ കണ്ടു. ഒരു ഇടനിലക്കാരെന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാഹചര്യമൊന്നും ഇല്ലായിരുന്നു എടുത്തു കൊടുക്കാൻ. ചേച്ചി നോക്കണ്ടേ? ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. പയ്യൻ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഗുമസ്തന. ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവിയെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അത് പിന്നെ പറയണോ? സാറിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരായണൻകുട്ടിക്ക് അറിയില്ലേ? വിലപേശലിന് ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. ഇനി വേണ്ടി വേണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ സ്ഥലം ഞാനങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം. പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചാൽ ഞാൻ പറയാം. പറഞ്ഞോ? ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞേ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഇനി കളക്ടർ വരണമായിരിക്കും. പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം. എന്താ അതിന്റെ ഭാവം? നീ വലിയ ലോ സുന്ദരിയാണെന്നാണ് വിചാരം. പിടിച്ചില്ലാത്രേ. ആ ചെറുക്കന് നീയുടെ കുഴപ്പം എന്താടി? ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. What is the spelling of price? Nisha? P-R-I-Z-E. Good. What is the spelling of glad? Naveen? G-L-A-D. Okay. Now, give your spell sorry. C-O-R. What? O-R. C-O-R. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ടെന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിള് വരിക. ഓഹോ, അത് ശരി. ടീച്ചറിനൊരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ, ഞാനാണ് TP ബാലഗോപാലൻ.
എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ ഓക്കെ. ആരാ ഈ ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അത് വരും. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ എനിക്ക് ട്യൂബെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ. പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബിൽ വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണ് കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റുകൊള്ളാം. ഒരാൾക്കിരിക്കാൻ ഇതിന് 2 കസേര? ഒരാളല്ല, 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ കാണാം. മതി ചന്ദ്ര. ഓരോ മുത്തശ്ശി നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി? ഇത് ചൊറിയണം. സുഖമുണ്ടോ മുത്തശ്ശി? വരാൻ ഞാനിപ്പോ വരും മുത്തശ്ശി കേട്ടാ. ഇപ്പൊ വരെ എന്തേ വെറുതെ തള്ളെ മണി അടിക്കുന്നത് എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തുട വിചാരിച്ചപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവേണ്ടത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ, എന്റെ രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടി അടിക്കുക. അങ്ങോട്ടല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അധികമൊന്നും വേണ്ട. ഒരു 15,000 റുപ്യ കിട്ടിയാൽ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറെ നിന്റെ കുഴപ്പം നല്ല പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കുന്ന കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ ചൊപ്പട്ട 15,000 റുപ്യക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പടിക്കുന്ന കയറി ഇറക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരയി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ. എനിക്ക് പണിയൊക്കെ കേട്ടോ. എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോ നീ എനിക്ക് കണ്ടടിക്ക്. സമയമില്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞെത്തു. ഞാൻ പോട്ടെ. എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? മീനൊന്നുമില്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ? വാ വാ വാടി.